ഭീകരവാദത്തിനെതിരെ സംയുക്ത പ്രസ്താവനയുമായി ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ വേദിയിലിരുത്തി ഇരട്ടത്താപ്പ് പാടില്ല എന്ന മുന്നറിയിപ്പും രാജ്യങ്ങൾ മുന്നോട്ട് വച്ചു. ലോകക്രമം മാറുന്നു എന്ന സൂചന നൽകിക്കൊണ്ട് മോദി, പുടിൻ, ഷീ ജിൻപിങ് സൗഹൃദ കൂടിക്കാഴ്ചയും ഉച്ചകോടി വേദിയായി. ഇന്ത്യക്കൊപ്പമാണ് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ ഭീകരതയെ ശക്തമായി അപലപിക്കുന്നുണ്ട്. അവരുടെ പ്രസ്താവനയിൽ പേൽഗാം ഭീകരാക്രമണം ഉന്നയിക്കുന്നുണ്ട്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ശക്തമായി എതിർക്കണം, ഒന്നിച്ച് പോരാടണം എന്നുള്ള കാര്യം തന്നെയാണ് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇരട്ടത്താപ്പ് പാടില്ല, അത് പാകിസ്ഥാന് കൂടിയുള്ള മറുപടിയാണ്. അതായത് ചില രാജ്യങ്ങൾ പരോക്ഷമായി തന്നെ ഭീകരതയെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യം പ്ലീനറി സെഷനിലുള്ള പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉന്നയിച്ച് പറഞ്ഞിരുന്നു. അത് ഷഹബാസ് ഷെരീഫിനെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെയായിരുന്നു. निर्मम आतंकवाद का दंश झेल रहा। हाल ही में हमने पहलगाम में टेररिज्म का बहुत ही घिनौना रूप देखा है. എന്തായാലും ഭീകരവാദത്തിനെതിരെ ഒന്നിച്ച് നീങ്ങാൻ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ ഒരു ധാരണയായിട്ടുണ്ട്. റഷ്യയും ചൈനയും ഇന്ത്യയും തമ്മിൽ ഒരു പുതിയൊരു സൗഹൃദം കൂടിയാണ് ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഇപ്പോൾ എന്തായാലും ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം മോദിയും ഷീ ജിൻപിങ്ങും ഇപ്പോൾ നടക്കുന്ന മോദിയും പുടിനും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ചയും ചർച്ചയും എല്ലാം വലിയ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പാകിസ്ഥാന് മാത്രമല്ല, അമേരിക്കയ്ക്കും അവിടെ തക്കതായിട്ടുള്ള കൃത്യമായിട്ടുള്ള സന്ദേശവും മറുപടിയും എല്ലാം തന്നെ നൽകുന്നുണ്ട്. ഇന്ത്യയെ ഈ പകരച്ചുങ്കം എല്ലാം തന്നെ കാട്ടി വീർപ്പ് മുട്ടിക്കുക, ഉപരോധങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളൊരു നയമാണ് അമേരിക്ക സ്വീകരിക്കുന്നത്. അത് റഷ്യയ്ക്ക് പണം നൽകുന്നു, ഈ എണ്ണ വാങ്ങുന്നത് എന്നുള്ള കാര്യത്തിൽ മാത്രമല്ല, മൂന്ന് രാജ്യങ്ങളും ഇന്ത്യ, റഷ്യ, ചൈന എന്ന അയൽ രാജ്യങ്ങൾ വലിയ ശക്തിയായി, ഒരു സൗഹൃദ ശക്തിയായി മാറുന്ന കാഴ്ച കൂടിയാണ് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ നിന്നും കാണാൻ സാധിക്കുന്നത്.